ഈ ലക്ഷ്യമില്ലാത്ത ജീവിതം വെള്ളത്തിലെറിഞ്ഞ കല്ല് പോലെ എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് 2025 ഞാൻ ഉണ്ടാക്കിയ വിഷൻ ബോർഡ് ഒന്ന് നോക്കിയായിരുന്നു. ഇതിൽ ഞാനെല്ലാം ലോങ് ടൈമിലേക്കാണ് അധികം എഴുതിയിട്ട്, ലോങ് ടൈമിലേക്കാണ് പല 2024 ലാസ്റ്റ് ഉണ്ടാക്കിയ 2025 നേടേണ്ട കാര്യങ്ങൾക്ക് പകരം ഞാൻ 2035 30 നേടേണ്ട ലോങ് ടൈം വിഷനാണ്. ഞാൻ 2027 നേടേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് അധികവും മാർക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ആശ്ചര്യം എന്ന് വരുന്നത് ഇതിലുള്ള മിക്ക കാര്യങ്ങളും ഇപ്പം തന്നെ നേടി എന്നുള്ളതാണ് സത്യം. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അത് ലോങ് ടൈം ആയതുകൊണ്ട്. ഞാൻ 1-2 മാസ്റ്റർ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടി എഴുതി. അതൊക്കെ ഓൾറെഡി ഞാൻ 2025 തന്നെ സക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ യാത്ര പോകണമെന്ന് എഴുതിയത് അതൊക്കെ ഞാൻ പോയിരിക്കുന്നു. പിന്നെ ഓക്കെ, ഓപ്പണായി പറയുന്നില്ല ഞാൻ കൂടുതൽ കാര്യങ്ങൾ. ഓഫീസ് തുറക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡിയായിട്ട്, വണ്ടി വാങ്ങിക്കുന്ന കാര്യം അതൊക്കെ ഓൾറെഡി റെഡിയാണ്. പിന്നെ സമ്പന്നമായ കുടുംബം, മക്കൾ, ഇതൊക്കെ നമ്മുടെ എന്നും നിത്യജീവിതത്തിൽ നടന്നു പോകുന്നു. അത്രയും സൂപ്പറായിട്ട് ബിസിനസിന്റെ സക്സസ്, ബിസിനസ് ഗ്രോത്ത്, പിന്നെ നമ്മുടെ ഡെയിലി എക്സസൈസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫുഡിന്റെ കാര്യങ്ങൾ അതൊക്കെ ഓൾറെഡി സെറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഈ സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചാണല്ലോ. ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ പുസ്തകം ഞാൻ 2020 എഴുതിയതാണ് കേട്ടോ. 30 എഴുതിയിട്ടുണ്ട്. 30/4/2027 എന്റെ കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എഴുതിയിടുന്നൊരു സ്വഭാവം. ഇത് മുഴുവൻ ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് വെറുതെ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എല്ലാം അതിൽ എഴുതിയത് എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം, ഈവൻ ഒരു വ്യക്തിയെ കാണണമെന്ന് വിചാരിച്ച അടക്കം സംഭവിച്ചത്. 1-2 കാര്യങ്ങൾ സംഭവിച്ചില്ല, കാരണം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള സാധനമാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആണെന്ന്. അപ്പം ഞാനും ഇന്ന് മുതൽ വീണ്ടും ഈ 2026 വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ, അതായത് ഈ വർഷത്തെ ബാച്ച് തുടങ്ങുന്നത്, ഇപ്പോൾ വേണമെന്ന് ജോയിൻ ചെയ്യുക. കുറച്ച് പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഒരു 3-4-5 പേർക്ക് മാക്സിമം ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഈ വർഷം 2026 അതിനുശേഷം നമ്മുടെ ജീവിതത്തെ കൃത്യമായി മാപ്പിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ ഒരു ഗൂഗിൾ മാപ്പ് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഇപ്പം തന്നെ നമുക്ക് കാണാം ക്ലാസ്സിൽ. ഇത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.